ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു കിഡില റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡില റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. മുട്ടയും ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനെന്താ അവിടെ ഒരു 4 ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബ്രെഡായിരുന്നു. ചെറുതാണെങ്കിൽ ഒരു 5 6 ഒക്കെ എടുക്കാം കേട്ടോ. അത് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു 5 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് കലക്കിയെടുക്കണം. മുട്ടയും പാലും കൂടി നന്നായി യോജിച്ച് കിട്ടുന്ന വിധത്തിൽ നല്ലപോലെ ഒന്ന് ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കലക്കി മാറ്റി വയ്ക്കുക. ഇനി വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വന്ന ശേഷം നമുക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് സ്ലൈസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. നമുക്കിതൊന്ന് ചൂടാക്കി കിട്ടണം. എന്നാൽ നല്ലപോലെ കളർ ചേഞ്ചായി ക്രിസ്പി ആക്കി എടുക്കുകയൊന്നും വേണ്ട. അത്യാവശ്യം ഒന്ന് നല്ല രീതിയിലൊന്ന് ചൂടായിട്ട് അവിടെ എവിടെയൊക്കെ കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിത് ഈ പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ശേഷം അതേ പാനിലേക്ക് തന്നെ ഒരു 2 പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ ഒന്നങ്ങ് മെൽറ്റായി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തതും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടറിൽ തന്നെ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. പക്ഷേ ബട്ടറിൽ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തിയാണ്, കുറച്ചും കൂടി ടേസ്റ്റിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ എടുത്തിട്ടുള്ളത്. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സവാളയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരണം. അത്രയും നേരം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് സോഫ്റ്റായി വന്നാൽ ഇതിലേക്ക് ഞാനൊരു വലിയ ക്യാപ്സിക്കം നല്ലപോലെ കുഞ്ഞു പീസായി കട്ട് ചെയ്തിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം ഇവിടെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്രയും അധികം ചേർത്തിട്ടുള്ളത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകുതി മതി എന്നുണ്ടെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ സവാളയുടെ അളവ് ഒന്നങ്ങ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താൽ പിന്നെ ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കരുത്. അതിൻ്റെ ആ പച്ചക്കളറൊന്നും പോവരുത്. അതിന് മുന്നേ തന്നെ നമുക്ക് ഒരു ചെറിയ തക്കാളി വെള്ളവും കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ കട്ടിയായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒരുപാട് നേരം ഇട്ട് വഴറ്റിയിട്ട് തക്കാളിന്ന് ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ പച്ചക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഓവറായി പോകണ്ട കേട്ടോ. നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ചെറിയതായിട്ട് ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്. കുരുമുളകും ചില്ലി ഫ്ലേക്സും ഒക്കെ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോസുകളുടെ അളവൊന്നും ഒരുപാട് കൂടി പോകണ്ട, ഇത്ര തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് വീണ്ടും ഒന്നങ്ങ് ഇളക്കി മിക്സാക്കി എടുക്കുക. ഒരുപാട് നേരം ഇട്ട് ഇളക്കി ആ പച്ചക്കറികളൊന്നും ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കരുത് കേട്ടോ. അതിന് മുന്നേ തന്നെ നമുക്കിതിലേക്ക് നമ്മൾ ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് സ്ലൈസസ് ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഒരുപാട് നേരം ഇട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്നങ്ങ് ആ സോസുകളുടെ ഒക്കെ ഒരു ടേസ്റ്റ് അതിലേക്കൊന്ന് പിടിച്ച് കിട്ടാനും വേണ്ടി ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുക. ശേഷം നമുക്ക് ഇനി വേറൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കുഞ്ഞു പീസ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ബട്ടർ തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഉണ്ടാക്കുക. ആ ബട്ടർ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്താക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വഴറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ബ്രെഡിൻ്റെയും പച്ചക്കറിയുടെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പച്ചക്കറിയും അതുപോലെ തന്നെ ഈ ബ്രെഡിൻ്റെ പീസസൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ എല്ലായിടത്തേക്കും ഒന്ന് ആ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു വീതിയുള്ള ടൈപ്പ് പാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് വലിപ്പമുള്ള പാത്രം എടുത്തിട്ടുള്ളത്. ഇത്ര തന്നെ വട്ടമില്ലാത്ത പാത്രം എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്നാക്ക് കുറച്ച് കട്ടിക്ക് കിട്ടും കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ള സ്നാക്കായിട്ട് കിട്ടും. പക്ഷെ വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള പാത്രമാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്നങ്ങ് നിരത്തി കൊടുത്ത ശേഷം കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക.
ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. കയ്യിലുള്ളവർ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. ഒന്നങ്ങ് ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഇതൊന്ന് ഒരു മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട്, ലോ ഫ്ലെയിമിലാണ് കേട്ടോ മൂടി വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റിന് ശേഷം ഞാൻ മൂടി ഒന്ന് തുറന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ വേറൊരു തട്ടോ അല്ലെങ്കിൽ ദോശക്കല്ലോ വെച്ച് കൊടുക്കുക. ശേഷം ഇതുപോലെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കാര്യം മൊസറല്ല ചീസ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്ലൈസ്ഡ് ചീസ് ആണെങ്കിൽ അത് പീസസ് ആക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്കും കുറച്ച് ഒറിഗാനോ ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആക്കി കൊടുത്തിട്ട് ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായി മുട്ട ഒന്ന് വെന്ത് വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കുക. ഒരു 3-4 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ മൂടി വെക്കുമ്പോൾ തന്നെ ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് മുട്ടയൊക്കെ വെന്ത് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ നല്ല അടിപൊളി മൊഞ്ചായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാണാനുള്ള മൊഞ്ച് പോലെ തന്നെയാണ് കേട്ടോ. കഴിക്കാനും അടിപൊളി ടേസ്റ്റാണിത്. ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് തന്നെ പാനിൽ നിന്ന് വിട്ടുപോരും ചെയ്യും കേട്ടോ. ഇത് നമുക്കിഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം. ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂടോട് കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ചൂടോട് കൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോഴാണ് ഇത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളത്. എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. മക്കൾസിനൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ട് മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാനായിട്ടാണെങ്കിലും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ കേട്ടോ. റെസിപ്പി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.